എല്ലാ ആചാര്യത്തോടുകൂടി അമ്മയെ ഈ 3-ാമത്തെ അധ്യായ പ്രഭാഷണത്തിലേക്ക് ബേബി നായർ അമ്മയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. യോന്ത പ്രവശ്യ മമ വാചമിമാ പ്രസുപ്ത സഞ്ജീവയത്യഖിലശക്തിധര സുധാംന. അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാനമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ കൃഷ്ണ. ആചാര്യനും എല്ലാ ഭാഗവത പ്രേമികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഭാഗവത മഹാത്മ്യത്തെ കുറിച്ചാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 അധ്യായങ്ങൾ കേട്ടു കഴിഞ്ഞു. ഭാഗവതം എന്ന് പറഞ്ഞാൽ സർവവേദാന്ത സാരമാണ്. ഏറ്റവും വലിയ മനഃശാസ്ത്രമായ ശ്രീമദ് ഭഗവത്ഗീതയും മനസ്സിന്റെ പരിവർത്തന ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതവും നമുക്ക് സമ്മാനിച്ച് അനുഗ്രഹിച്ച വ്യാസമഹർഷിയാണ്. ഇതിന്റെ ആവിഷ്കരണം വേദസാരത്തെ കഥകളിൽ ലയിപ്പിച്ച് സാധാരണക്കാരന് പോലും മനസ്സിലാക്കാവുന്ന വിധമാണ്. കുറച്ച് കട്ടിയുള്ള സംസ്കൃത ശബ്ദങ്ങളാണ് എന്ന് തോന്നുമെങ്കിലും നിരന്തരം പരിശീലനത്താൽ അർത്ഥഗരിമയും മാധുര്യവും നിറഞ്ഞ ഭാഗവതത്തെ നമുക്ക് ആസ്വദിക്കാനും അതിലൂടെ പരിവർത്തനം വരുത്താനും സാധിക്കും. ശ്രീ ശുകാചാര്യരുടെ മുഖാരവിന്ദങ്ങളിൽ നിന്നും നിർഗളിച്ചതും അമൃതത്തെ അതിശയിക്കുന്നതുമായ ശ്രീമദ് ഭാഗവതം അല്പനേരം ആസ്വദിച്ചാലുള്ള ഫലം മുക്തിയാണെന്നതിന് പരീക്ഷിത് മഹാരാജാവ് തന്നെ സാക്ഷിയല്ലേ. അപ്പം ഇവിടെ കലോ ഭാഗവതി വാർത്താ ഭവരോഗ വിനാശിനി. കലിയുഗത്തിൽ സംസാര രോഗത്തിന് മുഖ്യമായി സേവിക്കേണ്ടതായ ഔഷധം ഭാഗവതത്തിൽ വിവരിക്കുന്ന കഥാമൃതമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇതിന്റെ അന്തർഗതമായ സാരാംശം തികച്ചും അറിയുവാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ഭാഗവതം എന്ന പുരാണത്തിൽ ഭഗവാന്റെ അവതാര ലീലകളെ കുറിച്ചും ധർമ്മനിഷ്ഠരായ ഭക്തന്മാരെ കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയാണ് മനുഷ്യനെ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റുന്നത്. ഭാഗവതത്തിന്റെ പ്രധാന ലക്ഷ്യം ഭക്തി, ജ്ഞാന, വൈരാഗ്യം എന്നിവ വളർത്തുക എന്നതാണ്. ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാനുമായി ബന്ധം പുലർത്താനുള്ള ഒരു സാധനയാണ്. ആത്മസ്വരൂപനായ ഭഗവാനിൽ നിഷ്കാമവും യാതൊരു തടസ്സവും ഇല്ലാത്തതുമായ ഭക്തി ഉണ്ടാവുകയാണ് മനുഷ്യരുടെ പരമമായ ധർമ്മം. ഭക്തിയോഗം ഏത് തരത്തിലുള്ളവർക്കും സാധിക്കുന്നതും ആരംഭം മുതൽ അവസാനം വരെ പടിപടിയായി കയറ്റി പരമാനന്ദ രൂപമായ മോക്ഷം എല്ലാവർക്കും നൽകുന്ന സുഗമവും സുലഭവുമായ പന്ഥാവാണെന്ന് ഭാഗവതം നിഷ്കർഷിച്ചു പറയുന്നു. ഭക്തിരേവ ഗരീയസി, ഭക്തി തന്നെ സർവോത്തമമായ മാർഗം. ഉദാഹരണങ്ങളായിട്ട് പല ഭക്തന്മാരും നമ്മൾ ഭാഗവതത്തിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. നിഷ്കാമ ഭക്തനായ പ്രഹ്ലാദൻ, സകാമ ഭക്തനായ ധ്രുവൻ. കൂടാതെ ഭഗവാനെ ഏത് വിധത്തിലും ഭജിച്ചാൽ മതി, സ്മരിച്ചാൽ മതി. അതായത് ഭയത്തോടെ ഭജിച്ച കംസനെ കുറിച്ചും കേട്ടു, നിന്ദിച്ചുകൊണ്ടിരുന്ന ശിശുപാലനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അതില് പിന്നെ പൗഡ്രക വാസുദേവൻ, താൻ തന്നെയാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും തന്നെ അവനവന്റെ വാസനയ്ക്കനുസരിച്ച് ഭഗവാനെ സ്മരിക്കണം, ഏകാഗ്ര ചിത്തത്തോടു കൂടി. അങ്ങനെ അതിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഭഗവാൻ മുക്തിയും കൊടുത്തു. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന നിത്യ വസ്തുക്കളെ തിരിച്ചറിയാം, വസ്തുവിനെ തിരിച്ചറിയാം. ഗുണരഹിതനും രൂപരഹിതമായ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായ അറിവാണ് ജ്ഞാനം. അനിത്യ വസ്തുക്കളിലുള്ള ആസക്തി അല്ലെങ്കിൽ ലൗകിക വ്യവഹാരങ്ങളിൽ ആസക്തി ഇല്ലാതാക്കുക എന്നാണ് വിരക്തി.
കഥകളിൽ താല്പര്യമുള്ളവർക്ക് ഭാഗവതം അത് കഥകളായിട്ടും, ജിജ്ഞാസുക്കൾക്ക് ജ്ഞാനത്തെ പകരുന്നു. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വാസനയ്ക്ക് അനുസരിച്ച് ഭാഗവതം ആസ്വദിക്കാം. ഭാഗവതം എന്ന ശാസ്ത്രത്തിൽ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിലുള്ള പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവിനെ കുറിച്ചും, ഭഗവാന്റെ സ്ഥൂലരൂപമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും, പരബ്രഹ്മരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭാഗവതം എന്താണെന്ന് ആർക്കും തന്നെ പൂർണ്ണമായിട്ട് നിർവചിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരമാണ് ഭാഗവതം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാഗവതം ശ്രോതാവിനും വക്താവിനും ഒരേപോലെ ആനന്ദം പകരുന്നു എന്നുള്ളതാണ്. ഈശ്വരനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദം. മറ്റുള്ളതെല്ലാം തന്നെ പ്രഭാചഞ്ചലമാണ്. അതായത് അതിൻ്റെ സുഖം ഒരു ക്ഷണം നേരം മാത്രമേ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യവും അതിന്റെ പ്രാധാന്യവും വിവരിക്കുന്ന ഭാഗമാണ് ഭാഗവത മഹാത്മ്യം. ഇത് പ്രധാനമായും എല്ലാവരും പറയുന്ന വാക്യങ്ങളാണ്. പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ 6 അധ്യായങ്ങളിലായി 506 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തിയുടെ ഉത്ഭവം, അതായത് കലിയുഗത്തിൽ ക്ഷയിച്ചു പോയ ഭക്തി ദേവിയെ ശ്രീ നാരദ മുനി ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സഹായത്തോടെ പുനർജീവിപ്പിക്കുന്നതാണ് ഇതിലെ സാരം. കൂടാതെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഈശ്വരനാമം ജപിക്കുന്നതും ഭാഗവതം കേൾക്കുന്നതും മാത്രമാണ് മോക്ഷത്തിനുള്ള ഏക വഴി. ഗോകർണന്റെയും ദുന്ദുകാരിയുടെയും കഥ അതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ മാഹാത്മ്യത്തിൽ തന്നെ ആത്മദേവന്റെ കഥയിലൂടെയും പറയുന്നുണ്ട്. അദ്ദേഹം അവസാന കാലം ദശമസ്കന്ധം പാരായണം ചെയ്തും ഭഗവാനെ ഭജിച്ചും മുക്തിയെ നേടിയ കഥയും അതിലൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ പലതവണ സപ്താഹങ്ങളിൽ പങ്കുചേർന്നും പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴും സപ്താഹം എന്ന് കേൾക്കുമ്പോൾ നമ്മളിലുള്ള ആ താല്പര്യം തന്നെ ഇതിന്റെ മഹത്വത്തെ കാണിക്കുന്നുണ്ട്, ഇല്ലേ? എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും, ഇല്ലേ? അപ്പൊ ഇനിയും ഇവിടെ ഈ 3-ാമത്തെ അധ്യായത്തിലെ ഭക്തിയുടെ കഷ്ടതയെ മാറ്റുന്ന രംഗമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീമദ് ഭാഗവതം കേട്ടതുകൊണ്ട് ഭക്തിക്കുണ്ടായ തുഷ്ടിയും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഉണ്ടായ പുഷ്ടിയുമാണ്. ശ്രീ നാരദ സനകാദി സംവാദമാണിത്. നാരദൻ എന്ന പദത്തിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ നാരം ജ്ഞാനം, ജ്ഞാനോപദേശത്താൽ അജ്ഞാനത്തെ ഖണ്ഡിക്കുന്നവൻ എന്നൊരു അർത്ഥമുണ്ട് ആ പദത്തിന്. അധ്യായം 2 നമ്മൾ കണ്ടു സത്സംഗ ഫലത്തെയാണ്. അനേക ജന്മങ്ങളിലെ സൽക്കർമ്മങ്ങളിലൂടെ ഫലമായിട്ടാണ് സജ്ജന സംസർഗം ലഭിക്കുന്നത്. അതോടുകൂടി അന്ധകാരം നശിച്ച് ആത്മജ്ഞാനം ലഭിക്കുന്നു. സാധു സംഗമം തന്നെ സംസാര ദുഃഖങ്ങളുടെ നിശേഷ കാരണമെന്ന് പറഞ്ഞാണ് അധ്യായം സമർപ്പിച്ചത്. ഇവിടെ ഈ അധ്യായത്തിൽ ശ്രീ നാരദരുടെ ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഭാഗവത യജ്ഞത്തിന് സമുചിതമായ സ്ഥലം ഏതാണ്? ഭാഗവതം എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? അതിനു വേണ്ട വിധി എന്തെല്ലാമാണ് എന്ന് അരുളി ചെയ്യണമെന്ന് സനകാദികളോട് ശ്രീ നാരദ മഹർഷി അപേക്ഷിച്ചു. അപേക്ഷ പ്രകാരം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾ പറയാണ്, ഭാഗവത യജ്ഞത്തിന് അനുയോജ്യമായ സ്ഥലം ഹരിദ്വാരത്തിന് സമീപം ആനന്ദം എന്നു പേരായ തടമുണ്ട്. ഇവിടം വളരെയേറെ മഹാത്മ്യമുള്ളതും പ്രകൃതി രമണീയവുമാണ്. ഈ സ്ഥലത്തിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വസിക്കുന്ന ജീവികളുടെ മനസ്സിൽ വൈരമുണ്ടായിരിക്കുകയില്ല. ഭാഗവത യജ്ഞം ഏത് ദിക്കിൽ നടക്കുന്നുവോ അവിടെ ഭക്തിയും പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യം വരാതിരിക്കത്തില്ല. നമുക്കൊരു സങ്കല്പമുണ്ട്, രാമായണം ഉച്ചരിക്കുന്ന ദിക്കിൽ ഹനുമാൻജിയും മഹാഭാരത ശ്രവണ അവസരത്തിൽ അശ്വത്ഥാമാവും സമാഗമിക്കുന്നതായിട്ട്.
കൂടാതെ കഥാവസാനത്തിൽ അവരം വിട്ടു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അതുപോലെ ഭക്ത്യാദികൾ അവിടെ വരുമെന്ന് മാത്രമല്ല, അവർ യൗവനരുക്തരായി ഭവിക്കുകയും ചെയ്യും. സനകാദി മുനികൾ ശ്രീ നാരദരോടുകൂടി ഹരിദ്വാരിൽ ഭാഗവത കഥാശ്രവണത്തിനായി എത്തി. അവിടെ അനേക ശ്രേഷ്ഠ മുനിമാരും എല്ലാ പുണ്യഗ്രന്ഥങ്ങളുടെയും മഹാനദികൾ, പർവ്വതങ്ങൾ ഇവയുടെ അധിഷ്ഠാന ദേവതകളും എത്തിയിരുന്നു. 17 പുരാണങ്ങളും ദേവതാ സ്വരൂപത്തിൽ എത്തിയിരുന്നു. 18ാമത്തെ പുരാണമാണ് ഭാഗവതം. ലോകഗുരുവായ ഭൃഗുമുനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ വന്ന് സർവരും സനകാദികളുടെയും നാരദ മുനിയെയും വന്നിച്ച് ആസനഗ്രസ്തരായി. ആ അവസരത്തിൽ ശ്രീ നാരദരോട് സനകാദികൾ ഭാഗവത മഹാത്മ്യം സ്പഷ്ടമായിട്ട് ഉപദേശിച്ചു. ഭാഗവത ശ്രവണ പൂർത്തിയാക്കുന്നതിന് ദിവസനിർണയം ഇല്ലെന്നും സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യ ശ്രവണ മാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേ, അതായത് ജീവിതകാലം മുഴുവനും സേവിക്കാൻ യോഗ്യയാകുന്നു. ഇത് കേൾക്കുന്നവരുടെ ചിത്തത്തിൽ ഹരി പ്രസാദിക്കും എന്നും പറഞ്ഞു. ഹരി എന്ന പദത്തിനർത്ഥം കാമാദി വൃത്തികളെ ഹരിപ്പാൻ ശക്തൻ എന്നാണ്. ഭാഗവത ശ്രവണത്തിന് ഒരു ദിവ്യ ശക്തിയുണ്ട്. കേൾക്കുന്നവരുടെ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് പരമാത്മാവിൽ സംയോജിക്കാനുള്ള ശക്തി. അതിനാൽ സദാ സേവിക്കണം. ആരുടെ ഗൃഹത്തിൽ ഭാഗവത നിത്യപാരായണം നടക്കുന്നുവോ അവിടെ വസിക്കുന്നവരുടെ പാപങ്ങൾ നശിക്കുന്നു. അതൊരു തീർത്ഥസ്ഥാനമായി മാറുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മദേവന്റെ കഥ നമുക്ക് സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം പറയുന്നില്ല. ആരാണോ ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ദിവസവും ഉച്ചരിക്കുന്നത്, അവർ രാജസൂയാദി യാഗങ്ങളെ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഫലത്തെ പ്രാപിക്കുന്നു. അല്പവും പാരായണം ചെയ്യാത്തവർ ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചതിന് തുല്യമാണ്. ഭാഗവത കഥനം സൽക്കർമാനുഷ്ഠാനമാകുന്നു. കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്താൽ മാത്രമേ ഭാഗവതം ലഭിക്കുകയുള്ളൂ. പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. എപ്പോൾ ഭാഗവത ശ്രവണ ഭാഗ്യം ലഭിക്കുന്നുവോ അത് തന്നെയാണ് സംസാര ചക്ര ഭ്രമണാവസാന കാലം. കലിയുഗം തുടങ്ങിയത് കൊണ്ട് കലിയുടെ പ്രഭാവത്താൽ നിത്യപാരായണത്തിന് മുടക്കം വരാവുന്നതാകിയാൽ സപ്താഹ ശ്രവണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ശൗനകാദികൾക്ക് ഈ ഭാഗവതത്തിന്റെ ഉൽപ്പത്തി ഏതു വിധത്തിലാണ് എന്നറിയാൻ ഒരാഗ്രഹമുണ്ടായി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി. അതായത് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്. ഇതിൽ ഭഗവത് തേജസ് നിറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്തെ വിഷാദിച്ച് നിന്ന് തന്റെ സന്തത സഹചാരിയായ ഉദ്ധവർക്ക് ഭഗവാൻ ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉയർത്തി ആശ്വസിപ്പിച്ചു. അപ്പോൾ ഉദ്ധവർ ഭഗവാനോട് പറഞ്ഞു, അങ്ങ് പോയി കഴിഞ്ഞാൽ കലിയുഗത്തിലെ വരും തലമുറയിലെ ആളുകളെ ഉയർത്താൻ എന്താണ് ആശ്രയം? ഉദ്ധവരുടെ പ്രാർത്ഥന ഭഗവാൻ അല്പനേരം ആലോചിച്ചു. വരും തലമുറയിലെ ജനങ്ങൾക്ക് ഉയരാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ തന്റെ തേജസ്സിനെ മുഴുവനും ഭാഗവത സാഗരത്തിൽ ലയിപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്ന ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണേവഹി. സപ്താഹ ശ്രവണം മറ്റ് സാധനകളെക്കാൾ മോക്ഷലാഭമാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടെ പ്രയാസം കൂടാതെ വിഷ്ണുമായ ബാധയിൽ നിന്നും മോചിക്കാനുള്ള പരമോപായം സപ്താഹയജ്ഞം ഒന്ന് മാത്രമാകുന്നു. ഇങ്ങനെ സപ്താഹ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയിൽ ഒരാശ്ചര്യകരം സംഭവിച്ചു. ഭക്തി തന്റെ വാർദ്ധക്യം നശിച്ച യുവാക്കന്മാരായ 2 പുത്രന്മാർ, അതായത് ജ്ഞാനവൈരാഗ്യത്തോടു കൂടി വന്നിട്ട് നാമം ജപിച്ചു. ഹേ കൃഷ്ണ, ഹേ ഗോവിന്ദ, ഹേ മുരാരേ, ഹേ നാഥ എന്നീ നാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് പെട്ടെന്ന് ആ സഭയിൽ പ്രത്യക്ഷമായി ഭവിച്ചു. ശ്രീമദ് ഭാഗവത ശ്രവണത്താലാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് എന്ന് സനകാദികൾ പറഞ്ഞു. അപ്പോൾ ഭക്തി ചോദിച്ചു, താനും തന്റെ പുത്രന്മാരും എവിടെയാണ് ഇരിക്കേണ്ടത്?
അതിനുത്തരമായി സനകാദികൾ പറഞ്ഞു, ഭഗവാൻ ഭക്തന്മാരുടെ മനസ്സുകളിൽ നിരന്തരം വസിച്ചുകൊള്ളുക. ഇങ്ങനെ സനകാദികളുടെ കൽപ്പന പ്രകാരം ഭക്തി ഹരിദാസന്മാരുടെ ചിത്തത്തിൽ വസിക്കുന്നു. ഏതൊരുത്തരുടെ ഹൃദയത്തിൽ നിശ്ചലമായ ഹരിഭക്തി ഉണ്ടോ അവർ മഹാഭാഗ്യവന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭക്തിയാകുന്ന പാശത്താൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ ഭഗവാൻ വൈകുണ്ഠത്തെ പോലും ഉപേക്ഷിച്ച് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. സനകാദികൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഉത്കർഷത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരദരോട് പറഞ്ഞു, ഈ ഭൂലോകത്തിൽ ഏതൊരാൾ ഭാഗവതത്തെ സാധനം സേവിക്കുന്നുവോ, ഭക്തിപൂർവം കേൾക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവോ അവരെല്ലാവരും ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ സാദൃശ്യത്തെ പ്രാപിക്കുന്നു. ഭാഗവത സേവ കൊണ്ട് തന്നെ പരമപുരുഷാർത്ഥം പ്രാപിക്കും. ഭഗവാനിലുള്ള അനന്യ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഹൃദയം പരിശുദ്ധമായി തീരുകയുള്ളൂ. അപ്പോൾ ആത്മതത്വം സ്വയം പ്രകാശിക്കും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഹരേ നാമ ഹരേ നാമ ഹരേ നാമേവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യഥ. ഈ കലിയുഗത്തിൽ രക്ഷയ്ക്കുള്ള ഒരേ മാർഗം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക ഒന്നു മാത്രമാകുന്നു. മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു മാർഗവുമില്ല. നാമജപം വളരെ ലളിതമാണ്. അതിന്റെ ഫലം ഉടൻ തന്നെ അനുഭവസിദ്ധമാകുന്നു. അതുകൊണ്ട് നമുക്ക് നാമജപം ചെയ്ത് ഈ സംസാര സാഗരത്തെ കടക്കാം. ഹരേ കൃഷ്ണ. എന്റെ ഈ ചെറുവാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിലും ഗുരുപാദങ്ങളിലും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാമത്തെ അധ്യായം ഭംഗിയായിട്ട് അവസാനം ആ നാമത്തിന്റെ മാഹാത്മ്യം, അല്ലെ, പ്രഭുവാദര് ആണ് ശരിക്ക് ഇവിടെ നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു ഇതാണ്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശരിക്ക് വരാൻ തന്നെ കാരണം ഒരേ ഒരു ആളുടെ നാമജപത്തിന്റെ മാത്രം ഉയർച്ചയാണ് ശരിക്കും. വൃന്ദാവനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നും ആ അദ്ദേഹത്തെ സ്മരിക്കുന്ന സ്ഥലത്ത് സദാസമയവും അഭേദാശ്രമത്തിലെ ഹരേരാമ എങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ സദാസമയവും ആ കൃഷ്ണനാമം. എന്തായാലും അങ്ങനെയുള്ള മഹാത്മാവിനെയും കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. അമ്മയുടെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഇനി 4ാമത്തെ അധ്യായം പാരായണം ചെയ്യാൻ പാർക്കുന്നു ആണ്. ഗോവിന്ദനാമ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.